അപ്പോൾ ഹേ ഗൈസ്, എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഗൈസ്. യു ആർ വാച്ചിങ് ഗെയിമിംഗ് ഗൈസ്. മുത്തുണി ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഇനി ഉടനെ തന്നെ ഒരു മിസ്റ്ററി ഷോപ്പ് വരുന്നുണ്ട് ഗൈസ്. മിസ്റ്ററി ഷോപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്കായപ്പോലും ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ത്രോൺ ഇമോട്ടും റിട്ടേൺ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നമ്മളെ ത്രോൺ ഇമോട്ടിനെ പറ്റി, നമുക്ക് വരാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പിനെ പറ്റിയും ഗൈസ് ഞാനത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ ട്രൈ യുവർ ലക്ക് എന്ന് പറഞ്ഞാൽ ഗൈസ്. ഈ മിസ്റ്ററി ഷോപ്പ് ഞാനത് എന്തായാലും സ്പിൻ ചെയ്യാം ഗൈസ്, ഞാൻ സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതെന്തായാലും കൊള്ളായിരിക്കും ഗൈസ്. ഇതിൽ മിക്കവാറും നമുക്ക് എല്ലാം ഡയറക്റ്റ്, അതായത് നമുക്ക് എന്തായാലും ഈ ബണ്ട് ഇതിൽ നമ്മൾ സെക്കൻഡ് കാണിക്കുന്ന ഈ ബണ്ടിൽ നമുക്ക് ഒരിക്കൽ ഫേഡറൽ വീഡിയോ വന്നതാണ് കേസ്. ആ ബണ്ടിലിന് കുറപ്പില്ല, ഈ ഫസ്റ്റ് കാണിക്കുന്ന ബണ്ടിലാണ് കേസ്. ഇപ്പോൾ 78 അടിച്ച് കേസ്. എന്തായാലും കേസ് ഇതാണ് കേസ് നമ്മളെ മിസ്റ്ററി ഷോപ്പ്. സംഭവം കൊള്ളാം കേസ്, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്ന ബണ്ടിൽ അതാണ് കുറച്ച് റേറെന്ന് തോന്നുന്നു. അല്ല നമുക്ക് ഈ ഗ്ലോവാളിൻ്റെ സ്കിന്ന് ഗൈസ്, ഈ ഗ്ലോവാൾ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇതേ സെയിം ഗ്ലോവാൾ തന്നെ കിട്ടണമെന്നില്ല ഗൈസ്. നമുക്ക് ചിലപ്പോൾ ഗ്ലോവാൾ മാറും, വേറെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്കിന്നൊക്കെ മാറി വരും. സെയിം നമുക്ക് ഇതേ കണക്ക് തന്നെ വരത്തില്ല. പക്ഷേ ഈ വരുന്ന നെക്സ്റ്റ് വീക്ക് മാക്സിമം നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് വരെ പോകാൻ ചാൻസ് ഇല്ല ഗൈസ്. അതിൻ്റെ അകത്ത് വെച്ച് ഇനി കൺഫേം ഡേറ്റ് കിട്ടിയില്ല, അതാണ് ഒരു സംഭവം. അതിൻ്റെ അകത്ത് വെച്ച് തന്നെ നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് ഈ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റ് എന്തായാലും കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ ചുമ്മാ പൈസയൊക്കെ ദൂതടിച്ച് കളയാതെ വെച്ചിരിക്കുന്നതായിരിക്കും ഗൈസ് നല്ലത്. അല്ലാതെ ഗൈസ് നാണ്ട് ഈ ബണ്ടിൽ ഗൈസ്, ഈ ബണ്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്ത് ബണ്ടിലാണെന്ന് പറയാൻ പാടില്ല. കുഴപ്പമൊന്നുമില്ല, അത്ര എന്താ പറയുക ഗൈസ്, കുഴപ്പമില്ല. പാൻ്റായാലും ഷർട്ടായാലും പിന്നെ അതിൻ്റെ ഹെയർ ഇത്ര കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഫേസ് മാസ്കും ഒന്നും കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ ഗൈസ്. ഒരു 50-50% വെക്കാം ഗൈസ്, അല്ലാതെ ഭയങ്കര സൂപ്പറൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. അല്ലാതെ നമ്മൾ മറ്റേ ഈ ബണ്ടിൽ അറിയില്ല ഗൈസ്, കുരങ്ങ മൂഞ്ചി ബണ്ടിൽ ഗൈസ്, അതും കുഴപ്പമില്ല ഗൈസ്, പോട്ട്. പിന്നെ അല്ല നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും അപ്പുറത്തിലോട്ട് പോയി നോക്കാം ഗൈസ്. അപ്പുറത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗൈസ് മറ്റേ ഗ്രേ വോൾഫിൻ്റെ ബണ്ടിലുണ്ട് ഗൈസ്. അല്ലാതെ ഈ ബണ്ടിൽ വന്നിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഫേഡറൽ ബില്ല് നമുക്കൊരിക്കൽ വന്ന ബണ്ടിലാണ് ഗൈസ്. അതുകൊണ്ട് ഈ ബണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നിച്ചാൽ മിക്കവാറും 2 ഫീമെയിൽ ബണ്ടിലും 2 മെയിൽ ബണ്ടിലും ഇതായിരിക്കും കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അല്ലാതെ ഗ്ലോവാൾ, ഓരോ സ്കിന്ന്, കട്ടാനുള്ള സ്കിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇമോട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അല്ലാതെ ബാക്കിയൊക്കെ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട സാധനം വന്നാലും നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും ഗൈസ്. ചിലപ്പോൾ നമ്മൾ കറക്കിയിട്ട് 40% ലക്കൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ നല്ല ഡയമണ്ട് കൊടുക്കേണ്ടി വരും. 90 അടിച്ചു കഴിഞ്ഞാൽ ഊട്ടി അങ്ങനെയൊക്കെ എടുക്കാൻ ഗൈസ്. അല്ല ഫീമെയിൽ ബണ്ടിൽ ഇതൊക്കെ കാണിക്കുന്നില്ലേ, മിക്കവാറും ഈ ഫീമെയിൽ ബണ്ടിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ട്, ഏതെങ്കിലും ഗേൾസിന് ആർക്കെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിൽ എടുക്കാം ഗൈസ്, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേരെ. താല്പര്യമുണ്ട് എടുക്കാം, ഇല്ലേ വിടണം ഗൈസ്. അങ്ങനെയാണ് ഗൈസ്. അല്ലാതെ നമുക്ക് വന്നിട്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഈ ത്രോണിൻ്റെ കാര്യങ്ങൾ അല്ലാതെ വരുന്നുണ്ട്. അല്ലാതെ നമുക്കൊരു M4 ഡയമണ്ട് സ്കിന്ന് വരുന്നുണ്ട് ഗൈസ്. M4 ഡയമണ്ട് സ്കിൻ ഇത് സംഭവിച്ച ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി പറഞ്ഞുതരാം ഗൈസ്. ഈ M4 ഡയമണ്ട് സ്കിന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചോ ഗൈസ്. നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതേ, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഈ M4 ഡയമണ്ട് സ്കിന്ന് നമ്മളെ ഫ്രീ ഫയറിലേക്ക് മിക്കവാറും ഒരു 99% ഉറപ്പുണ്ട് ഗൈസ്, വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുപോലെ P90യും P90 നമുക്ക് ഒരിക്കൽ വന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. ഈ M4 ഡയമണ്ട് നിങ്ങൾ ഒന്ന് സ്കെച്ചിട്ട് വെച്ചോ ഗൈസ്, വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫെമാസിൻ്റെ കാര്യം ഗൈസ്. ഫെമാസിൻ്റെ വീഡിയോ ഗൈസ് ഇതാണ് ഗൈസ്, നമ്മുടെ കറക്റ്റ് ഫെമാസിൻ്റെ വീഡിയോ ഗൈസ്. നിങ്ങൾ കണ്ടോ, ഞാൻ കഴിഞ്ഞാലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതിലും കണ്ടു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണല്ലോ. നമ്മൾ എല്ലാം കേൾക്കുന്നതിനേക്കാൾ ഉപരി കണ്ടും കൂടെ നിൽക്കണമല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് ഗൈസ് ഇത് ഉടനെ ഗൈസ്, അതായത് ഇനിയിപ്പോൾ 1-2 ദിവസത്തിനകത്ത് വരുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഈ ഫെമാസിൻ്റെ സ്കിന്ന് സത്യം പറഞ്ഞില്ല, കിഡിലൻ ഞാൻ വെറും കിഡിലൻ സ്കിന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ ഫെമാസിൻ്റെ സ്കിന്ന് കിഡിലൻ സ്കിന്ന് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗൈസ്, ചുമ്മാ പൈസ എൻ്റെ പൊന്നു മക്കളെ, നീയൊക്കെ ചുമ്മാ പൈസ കളയാതെ വെച്ചിരിക്കുന്നത് നല്ലത് ഗൈസ്. മാത്രമല്ല ഈ ത്രോണിൻ്റെത് ഞാനത് ഇത്രേ കാണിക്കുന്നുള്ളൂ ഗൈസ്. ഇത് ഏത് എന്നാ പറയുക, ഏത് ഇവൻ്റ് വഴിയായിരിക്കും വരുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഗൈസ്. മിക്കവാറും എൻ്റെ ബലമായ സംശയം ഗൈസ്, ഒന്നിലെ മോക്കോ സ്റ്റോർ ഇല്ലെങ്കിൽ ഫേഡറൽ ബിൽ ഗൈസ്. ഈ 2-1 നമുക്ക് ഈ നമ്മളെ ത്രോൺ ഇമോട്ട് റിട്ടേൺ വരും ഗൈസ്. ഉറപ്പാണ്, റിട്ടേൺ വരും, 100% കൺഫേം ആണ് ഗൈസ്. ത്രോണും റിട്ടേൺ വരും. അല്ല മിസ്റ്ററി ഷോപ്പിന് ഒരെണ്ണം വരുന്നുണ്ട്, ഫെമാസിൻ്റെ സ്കിന്ന് ഒരെണ്ണം വരുന്നുണ്ട് ഗൈസ്. ആദ്യം ഫെമാസ് ആയിരിക്കും വരുന്നത് ഗൈസ്, അത് കഴിഞ്ഞായിരിക്കും ബാക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തായാലും ഗൈസ്, ഞാൻ ഇതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാനും ഇനി എനിക്ക് അറിയുന്ന വീഡിയോസ് കാര്യങ്ങൾ ഇവൻ്റ് എല്ലാം നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരാൻ ഗൈസ്. നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ടാക്കുക, പോറാക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, എല്ലാം ചെയ്യുക ഗൈസ്. നമ്മളെന്തായാലും ഇതിനേക്കാളും നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് വീണ്ടും നമ്മൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും ഗൈസ്. മുത്തുമണി സപ്പോർട്ട് ചെയ്യണടാ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗൈസ്, ഓക്കെ ബൈ ഡാ.